സിറ്റി അല്ല സിറ്റി ഏതെങ്കിലും കാർ കൊണ്ട് കുറേ കാർ കൊണ്ട് വിൽക്കണം, കുറേ കാർ കൊണ്ട് വിൽക്കണം കേട്ടോ എനിക്ക്. ശരി സീരിയസ്ലി കാർ കൊണ്ട് വിൽക്കണം. ഇത് ഇന്നലെ കിട്ടിയ കാറല്ലേ? അതല്ലേ ഇന്നലെ കിട്ടിയ കാറല്ലേ അത്? ഓക്കെ ചാറ്റ് ഈ കാർ കൊണ്ട് വിൽക്കണം. അതായത് ഇങ്ങനെ കുറേ കാർ കൊണ്ട് വിറ്റ് കളയണം. ഇന്നത്തെ പരിപാടി അത് തന്നെ. കാർ ഇങ്ങനെ കുറേ നമുക്ക് സ്ലോട്ട് ഒഴിവാക്കാൻ വേണ്ടി കുറേ കാറുകൾ വിറ്റ് കളയാം. അതിനുവേണ്ടി മൾട്ടിപ്ലെയർ ആദ്യമേ കയറാം. ഇത് മെയിൻ മൊത്തമാണ്. പിന്നെ വേറെ വെനസ്ഡേ ആയിട്ട് ട്രിപ്പ് അതൊന്നും വേണ്ട. ഇത് മൊത്തം ആ ഒരു സെയിലിൻ്റെ പരിപാടി. പിന്നെ CPM 2 അപ്ഡേറ്റ് ഇടണമെന്ന് കേട്ടെ. ഞാൻ ഒരു ഇംഗ്ലീഷുകാരൻ്റെ വീഡിയോ ഉണ്ട് ചാറ്റ്. ടോപ്പ് സാധനം, കാര്യം പറയാനില്ല. CPM 1 ഞാൻ കളിച്ചില്ല. അപ്പോൾ ലുഫിയിലൊക്കെ ഞാൻ കണ്ടില്ല. അത് ആ മാപ്പ് CPM 2 കൊണ്ടുവരണം എന്നാണ് കേൾക്കണ. എങ്കിൽ ചാറ്റെ പ്രോപ്പർ ഡബിൾ ആയിരിക്കും. കാര്യം പറയാനില്ല. അതിൻ്റെയൊക്കെ ഈ CPM 1 10 ഇരട്ടി ആയിരിക്കും ആ മാപ്പ്. കാര്യം W ആയിരിക്കും അത്രയും. സീരിയസ്ലി ചാറ്റ് അത് കണ്ടോ വരുമ്പം ട്രോപ്പിക് അങ്ങനെ എന്തിനാണ് മാപ്പിൻ്റെ വരുന്നതാണോ കിഡിലായിരിക്കും. അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ. പിന്നെ എന്തെങ്കിലും കിഡിൽ അപ്ഡേറ്റുകൾ പറഞ്ഞാൽ പുതിയ വണ്ടി പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കണം. എന്തായാലും പറ്റുമ്പോൾ ബീറ്റ സ്റ്റേജിലാണെന്ന് പറയുന്നത്. ബീറ്റ അപ്ഡേറ്റ് ഒരു കാരണവശാലും എടുത്ത് നോക്കൂല. ബീറ്റ ഒന്നും എനിക്ക് വേണ്ട. ഞാൻ മെയിൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ മന്ത് വരുമായിരിക്കും. കഴിഞ്ഞ അപ്ഡേറ്റ് വന്നാൽ ജൂലൈയിലാണ്. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 4 മന്തായി. വർത്തി കിഡിൽ അപ്ഡേറ്റ് ആണ് പറഞ്ഞതെന്നാണ് കേൾക്കണം. വരട്ട്. അപ്പം നോക്കാം. എന്തായാലും ഇപ്പോൾ കാർ വന്നാലും എന്തായാലും അങ്ങോട്ട് പോകാം. വലിയ ലാഗിലോട്ടൊന്നും അടിക്കാതിരുന്നാൽ മതിയായിരുന്നു. ചെറിയ കാര്യം പറയാല്ലേ. ഇല്ല വലിയ ലാഗ് കാണൂല. എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഇരിക്കല്ലേ. ചെറിയൊരു ലാഗാണ് കേട്ടോ. അത് വലിയ മനസ്സിലായി. അത് വലിയ ഇതായിട്ട് എടുക്കലായിരുന്നു. ചെറിയൊരു ലാഗ് ഉണ്ട്. അത് ഈ മൾട്ടിപ്ലെയർ കളിക്കുമ്പോഴേ ഒരു ഇതുണ്ടാ. കാരണം ചില ഒട്ടകൾ കൊണ്ടാണോ അവരെ വണ്ടി ലൈറ്റ് ഉണ്ടല്ലോ അത് ഉണക്കിട്ടുകൊണ്ട് പോകും. അപ്പോൾ എനിക്ക് ലാഗ് അടിക്കും. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാര്യം പറയാല്ലേ. സൗണ്ടൊക്കെ ആവശ്യത്തിനുണ്ടല്ലേ. എല്ലാം ഇപ്പോൾ സെറ്റാക്കി ഒന്നുകൂടെ നോക്കിയിട്ടുണ്ട്. ലാഗ്. ഇവിടെ ഭയങ്കര ലാഗാണ്. ഈ ഒരു ജസ്റ്റ് എൻ്റർ ചെയ്യണ ഒരു പ്ലേസ് ഉണ്ടല്ലേ അവിടെ ഭയങ്കര ലാഗുണ്ട് എപ്പോഴും. അത് ഗെയിമെത്തി ഹൈ അല്ലേ, അതിൻ്റെയും കൂടി ഇതാണ് കേട്ടോ. ഈ കാർ എന്ത് കയറാത്ത മൈരായി. ലൊട്ടെ അതിൻ്റെ അവൻ്റെ അടങ്ങി ഇവിടെ കൂടെ ചെറുതായിട്ട് തട്ടിയ. ഈ കാറെങ്കിലും വിറ്റ് കളയാൻ കേട്ടത്. $1 കിട്ടിയ കാറാണ്. ഇതിൻ്റെ കുറേ സ്ലോട്ട് എനിക്ക് ഒഴിവാക്കണം കേട്ടോ. അത്യാവശ്യം ഒരുവിധം വലിയ മോശമുള്ള രീതി കുറേ കാറിനെടുത്ത് കളയാം. റിമൂവ് കാർ ചെയ്യണേക്കാളും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാതൊരു പൈസയ്ക്ക് വിറ്റ് കളയാനായില്ലേ. നോക്കാം. ഞാൻ കുറച്ചേട്ടാ പിന്നെ ഞാൻ നിങ്ങളുടെ കാര്യം മുന്നേ പറയാം. ഞാൻ സർപ്രൈസ് ആക്കി വയ്ക്കണില്ല. ഞാൻ മോഡിഫിക്കേഷൻ പഠിക്കാൻ തുടങ്ങിയേക്കുവാണ്. മനസ്സിലായി. മോഡിഫിക്കേഷൻ പഠിക്കാൻ തുടങ്ങിയേക്കുവാണ്. ഇപ്പം എൻ്റെ മോഡിഫിക്കേഷൻ സ്കില്ല് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു കാണിക്കേണ്ട ആവശ്യമില്ല. ഇതിന് മുന്നേ ബിസിനസ് ലേണിംഗ് പാർട്ട് 4 എന്ന് പറഞ്ഞാൽ ഇട്ടിട്ടുണ്ട്. അതിൽ എൻ്റെ മോഡിഫിക്കേഷൻ കണ്ടറിയാം. ബിഗ് എല്ലാണ്. മനസ്സിലായില്ലേ. ബിഗ് എല്ല്. ഞാൻ മോഡിഫിക്കേഷൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ലേ. കണ്ടോ നീയൊക്കെ? അത്ര ഞാൻ പറഞ്ഞു കണ്ടോ. ഏതാ താന്തയില്ലാത്ത അവൻ്റെ താന്തയുടെ ലൈറ്റ് ഓണം കിട്ടണം. എനിക്ക് അടിക്കണം. ഒരു ഫോട്ടോ എടുത്താലേ നല്ലൊരു പോസ് കിട്ടും. അതിൻ്റെ മോനെ അയോളി. ഇതാണ് ഫോട്ടോ. നോക്കിയോ. ഹൈ ഗ്രാഫിക്സ് ഇട്ടോട്ടെ. എന്താ ലവിൻ്റെ ഒരു കുണ്ണാന്ന് പറഞ്ഞൊരു വണ്ടി ഇട്ട്. ലൊട്ട എനിക്ക് വേണ്ട. അത് എൻ്റെ ഫോട്ടോ കുഴപ്പമില്ല കിടക്കട്ടെ. ഇവിടെ നല്ല ലാഗുണ്ട് കേട്ടോ. ഉള്ളത് പറയാല്ല അവാര ലാഗുണ്ട് കേട്ടോ. നിനക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞോളൂ. എനിക്ക് കളിക്കുന്നതും കൂടെ നല്ല വ്യക്തമായിട്ട് അറിയാം. പിന്നെ സൗണ്ടൊന്നും വേറെ ചെയ്യുന്നില്ല. വല്ലതും ഉണ്ടെങ്കിൽ അപ്പോഴേ പറഞ്ഞേക്കണം. നിങ്ങൾ പറയാതെ എനിക്ക് അറിയത്തില്ല. ഞാൻ മനസ്സിലായി. രണ്ടും കൂടെ എങ്ങനെ ശ്രദ്ധിക്കണം. ഫോട്ടോ ലൊട്ടയാവണം തോട്ടെ. എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഫോട്ടോ ലൊട്ടയും മാറണമെന്ന്. കാര്യം പറയാല്. ഈ ഹൈ ഇട്ട് ഈ കാറ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല 2-3 ഫോട്ടോ എടുത്തിട്ടുണ്ട്. തമ്പനയിലോട്ടൊക്കെ നോക്കിയാൽ തമ്പനയിലായിട്ട് വയ്ക്കാം. നല്ലതാണ്. ബിസിനസ് ലേണിംഗ് പാർട്ട് 5 വയ്ക്കാം. ബിസിനസ് ലേണിംഗ് പ്ലസ് മോഡിഫിക്കേഷൻ ഇതിൽ വരില്ല കേട്ടോ. ഈ ഒരു ഇതിൽ മോഡിഫിക്കേഷൻ വരില്ല. ഇത് മെയിനായിട്ട് ബിസിനസ് ട്രേഡ് സംബന്ധമാണ്. മോഡിഫിക്കേഷൻ വരും. അത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് പറഞ്ഞാൽ നെക്സ്റ്റ് പാർട്ടിലായിരിക്കും മോഡിഫിക്കേഷൻ കൂടെ പഠിക്കണതിൻ്റെ പ്രോപ്പർ മോഡിഫിക്കേഷൻ സാധനങ്ങളെല്ലാം കാണിച്ചു തരാൻ പോകണം. നിങ്ങളെ കാണിച്ചു തരും. ഞാൻ മൊത്തത്തിൽ കാണിച്ചു തരാം. ഞാൻ ചെയ്യൂല.
എടാ എടാ ലോട്ട സംഭവിച്ചടാ, എൻ്റെ കാർ വീണ്ടും ഇങ്ങനെ വെളിയിലായി. ഏത് എടാ ഈ നായിൻ്റെ എൻ്റെ കാർ വെളിയിൽ കൊണ്ടിട്ടാ ഈ ബഗ്. കുഴപ്പമില്ല, ഈ ഗെയിം കളിക്കാനായിട്ട് പറ്റണല്ലോ, അതിനനുസരിച്ച് ഈ ഫോൺ ഉണ്ടല്ലോ, അങ്ങനെ ആശ്വസിക്കാം. ഗെയിം കളിക്കാൻ പറ്റാത്ത എത്ര അധികം പേരുണ്ട്, മനസ്സിലായില്ലേ? എന്ത് അണ്ടി ഇതെന്ത് എടാ സ്ലോട്ടില്ലടാ, എനിക്കിത് എന്താടാ ഇത്? എടാ സ്ലോട്ടില്ല ചാറ്റേ, കാര്യപ്പള്ളിയിൽ ഒട്ട. എടാ സ്ലോട്ടില്ലാതെ എന്തണ്ടി ഞാൻ എന്തിരി ചെയ്യാൻ? സ്ലോട്ട് വേണം. ഇതെന്തോന്ന്? ഓ എടാ സൗണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയോട്ടെ. ഇവിടെ അപ്പഴത്തേക്ക് കാറിലൊക്കെ ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ നോക്കാം, ഇവിടുത്തെ വണ്ടികളെയും കാര്യങ്ങളൊക്കെ വരും നോക്കാം. ഇന്നലെ വാങ്ങിച്ച ഉടുപ്പാണ് IBF. എന്തിനാണ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്തിനാ ഈ പോലീസ് ഉടുപ്പാണെന്നാണ് തോന്നുന്നത്, അറിഞ്ഞൂടാ. ഈ IBFൻ്റെ അർത്ഥം എനിക്ക് അറിഞ്ഞൂടെ ചാറ്റ്. ഓ ഇത് കിടിലൻ റൂമാണെന്ന് കേട്ടോ. നല്ല ഒരുപാട് വണ്ടികൾ ഇങ്ങോട്ട് മെയിനായിട്ട് ട്രേഡിനോട്ട് വരണം, മെയിനായിട്ട് വണ്ടികളെല്ലാം, മനസ്സിലായില്ലേ? ലൊട്ടയല്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും നോക്കാം. നമ്മൾ ഈ റൂമിൽ ട്രേഡ് നടക്കുമോ? ട്രേഡ് വെച്ചാൽ കണ്ട എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് കണ്ട, പറ ട്രേഡ് നടന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ വണ്ടി കൊണ്ട് ഇടാൻ പോലും സ്ഥലം കിട്ടുമെന്ന് സംശയമാണ്. കാർ ലോക്കടാ. വേഴ്സ് എടുക്കുക. നീ കണ്ടു ലോട്ട എനിക്ക് കണ്ടു. തിരിച്ചോട്ടെ. ഐ ആം സെർച്ചിങ് ഫോർ. ബാക്കി വായിക്കാൻ പറ്റിയില്ല. എടാ ചാറ്റി ഉമ്മാരിത് കണ്ട, ഇത് നിങ്ങൾ കാണണ്ട, ഇത്രയും തിരക്കാണ് ഇവിടെ, കണ്ടല്ല? വണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ട്രേഡിന് വന്നപ്പോൾ തന്നെ ഇത്രയും ഭയങ്കര തിരക്ക്, ഭയാനക തിരക്ക്. മുത്ത ഇതിൻ്റെ ഇടയിൽ ഞാൻ എവിടെ ട്രേഡ് ചെയ്യാൻ? കാര്യം പറഞ്ഞില്ല, ഇത്രയും തിരക്കെന്താ ഇതെന്ത് കണ്ട? ഇത് ഞാൻ ഏതാ കുണ്ടനെ വണ്ടിക്ക് മോളിൽ കയറി കിടക്കുന്നത്, എന്തിലോട്ട ചേട്ടാ? സീരിയസ്ലി ചാറ്റ് ഇത് എന്ത് പറയട്ടാ ചാറ്റ് ഇതിനെ? എടാ നായിൻ്റെ മോനെ എടാ വണ്ടി ഒന്ന് തിരിക്കാം, ഈ റൂം ഇറങ്ങേണ്ടി വരും. ഈ റൂം അത്യാവശ്യം നല്ലതാണ്, പക്ഷേ എനിക്ക് തോന്നുന്നു ഈ റൂം അത്യാവശ്യം ട്രേഡൊക്കെ ബെസ്റ്റ് ആയിരിക്കും, നല്ല രീതിയിൽ നടക്കുമെന്നാണ് ഈ തോന്നുന്നത് കണ്ട. പക്ഷേ ഈ റൂമിൽ എനിക്കൊന്ന് ട്രേഡിനിടാൻ വണ്ടി ഒന്ന് ഇടാൻ പോലും പറ്റണില്ല, സെല്ലിനിടാൻ പോലും പറ്റണില്ല. ഒരു സ്ലോട്ട് കിട്ടി പെട്ടെന്ന് ഇടാം. എടാ 1.50 ഇട്ടിട്ടുണ്ട്. ഇത് നായി ഇട്ടുകൊണ്ട് എടാ വണ്ടി പ്രോപ്പറായിട്ടൊന്നും ഇടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇമാര് തന്നെ കണ്ടാ പെട്ടെന്നുകൊണ്ട് കയറ്റും. സ്ലോട്ടൊക്കെ ഭയങ്കര ഇതാണ്, അതുകൊണ്ട് ഇത് വാങ്ങൂടാ. ഇത് ഏത് ചെറിയ ഉടുപ്പ് അത്യാവശ്യം കൊള്ളാം എടാ പിന്നെ വേറെ അപ്ഡേറ്റ് ഉണ്ട് കേട്ടാ. CP2 അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കിടിലം ഉടുപ്പൊക്കെ പറഞ്ഞാണ് കേട്ടാ. അത് കാത്തിരിക്കുന്നു, അത്രയും പറഞ്ഞോളൂ, കാത്തിരിക്കുന്നു, അത്രയും പറഞ്ഞോളൂ. CPM2 CPM2 എടാ നിനക്ക് എടാ ഒറ്റ 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം എടാ 85 ലക്ഷം എടാ നിനക്ക് തന്തയുണ്ട് എടാ. ഈ കുണ്ണയോ എടാ ഈ വണ്ടിയൊന്നും ആരും വാങ്ങല്ലേ കേട്ടാ. ഇതൊക്കെ ഭയങ്കര ഉടായ്പ ഉണ്ണയാണ്. ഇതൊന്നും വാങ്ങല്ലേ കേട്ടാ, ഇതൊന്നും വാങ്ങല്ലേ. ബെസ്റ്റ് സൗണ്ടിങ് കാർ എടാ, ഇതൊന്നും കൈ പോലും തട്ടിയ ഊമ്പി എൻ്റെ 2,70 ലക്ഷം ഇരിക്കണം മൊത്തം പോകും. എടാ ഇന്ന് ഡെയിലി മിഷൻ ഞാൻ നോക്കിയില്ല. എടാ ഡെയിലി മിഷൻ ശ്രദ്ധിച്ചില്ലടാ, എന്തിനായിരുന്നു തോട്ടാ? സത്യമായിട്ട് എനിക്ക് ഡെയിലി മിഷൻ എന്താണെന്ന് ഞാൻ ഇതാക്കില്ലടാ. ഡെയിലി മിഷൻ നോക്കാം, അത് നോക്കാം ഡെയിലി മിഷൻ നോക്കാം. പക്ഷെ ഇന്ന് മെയിനായിട്ട് ഡെയിലി മിഷൻ ഒന്ന് പോകണ്ട. ഇന്ന് മെയിനായിട്ട് ട്രേഡ് സെല്ല് സ്ലോട്ടിന് വേണ്ടി സ്ലോട്ട് ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് എങ്ങനെയും കാറ് വിറ്റ് കളയാനാണ് ഇന്നത്തെ ആ ഒരു മെയിൻ ജോലി. അതുകൊണ്ട് ബാക്കിയൊക്കെ പിന്നെ മതി. ലൊട്ടേനെ ഇടിച്ച് എടാ എന്ത് വണ്ടിയെ കൊണ്ട് മാറ്റാൻ വരാതി.
എടാ എൻ്റെ വണ്ടി ഇവന്മാരിന്ന് ഇവിടെ 1,50,000 ഉള്ളൂ ഇന്ന് എടുക്കാത്ത. ഞാൻ റിവേഴ്സ് എടുത്ത് പ്രോപ്പർ ഇതിലും കിടാം. എടാ ആ മഞ്ഞ വണ്ടി വന്ന നായിൻ്റെ മോൻ്റെ കാര്യം അവൻ കാരണം കണ്ട ബഗ് അടിച്ച നായി കാരണം വിളിക്ക് എന്തിൻ്റെ കുണ്ണക്കനപ്പാണെന്ന്. എടുത്ത് ഒരു 150 വിറ്റ് പോകണം. ഇത് ഞാൻ ഈ വാങ്ങിക്കണത് ഇനി ഒരു ശ്രദ്ധിക്കണം ചേട്ടാ. നമ്മൾ ഓരോന്നിങ്ങനെ പഠിച്ച് വരണേ ഉള്ളൂ ഈ കാര്യത്തിൻ്റെ അകത്ത്. കാര്യം പറയാനില്ല ഒരുപാട് എടാ പുണ്ണെ ഞാൻ മര്യാദയ്ക്ക് അങ്ങോട്ടാക്കി പോകുമ്പോൾ നീ നിൻ്റെ എന്ത് എടാ മാറ്റ് നായി ഇതെന്ത് അതിന് 150 വാങ്ങൂ. കുണ്ണ കൂടെ കയറ്റണം. എടാ നായിൻ്റെ മോനെ നിൻ്റെ കുണ്ണ മനസ്സിലായില്ലേ? ആ മഞ്ഞ നീ എടുത്ത് എടാ ഇവൻ ഏത് നായി എടാ എന്ത് കഷ്ടമാണ്. ഞാൻ അങ്ങോട്ട് അവിടെ എടാ അങ്ങോട്ട് മാറ്റിക്കൊണ്ട് കൂട്ടി ഒരാതീന ആരെങ്കിലും ഒന്ന്. എടാ നീയൊക്കെ വണ്ടി കൊണ്ട് ഇങ്ങനെ കുറുക്കിട്ടേക്കണം എന്തിനാണെന്തോ ഇവനൊക്കെ. എടാ ഞാൻ വച്ചിട്ട് പോവണം. ഇത് എന്ത് ലൊട്ടടാ ഒരു എടാ എന്നെ മനഃപൂർവ്വം ഇതാക്കണടാ. എനിക്ക് വേണമെങ്കിൽ ലൈവ് കാണിച്ചു ലൊട്ട കയറണ ചെയ്യണം. ലൊട്ടത്തരം കാണിച്ചുകൊണ്ടിരിക്കണം പൂണ്ണ ആയിര. ഒന്നമ്പതല്ലേ 150 തന്നെ 150 150 100 1000 ലക്ഷം 150 ഈ കാർ ഇട്ടിട്ടുണ്ട്. മുത്തേ നോക്കാം. someone will buy no I know maybe no I don't know. അയ്യോ ഇപ്പം അറിയാതെ കയറി തട്ടി ഈ കുണ്ണക്കാരൻ്റെ കൈ വന്നേരം 50 ലക്ഷം. ഇതാണ് അറിയാതെ കയ്യേറി തട്ടിയ സീനാവും ചാറ്റേ ലൊട്ട. ബയ്യകനായിപ്പോൾ ആലോചിക്കണം എൻ്റെ പൈസ ഈ നായിൻ്റെ മോൻ്റെ കാറിന് വേണ്ടി പോയിരുന്നെങ്കിൽ. എടാ ഉയ്യോ എടാ ഡെയിലി മിഷൻ കംപ്ലീറ്റ് ആക്കണോടാ. എടാ ഞാൻ നിങ്ങളുടെ അടുത്ത് ലൈവിൽ പറഞ്ഞല്ലേടാ ഒരു പുതിയ കാർ എടുക്കാൻ വേണ്ടി പൈസ സെറ്റാക്കണമെന്ന്. എടാ സമയമില്ലടാ സത്യം പറഞ്ഞ് ഇന്ന് മെയിനായിട്ട് ട്രേഡ് നിൽക്കാന്നാണ് നിൽക്കുന്നത്. അപ്പം പക്ഷേ എടാ നിൽക്കേ ഇപ്പം ഡെയിലി മിഷൻ ഒന്ന് നോക്കിയിട്ട് കേട്ടോ. എന്തായാലും റൂമിൽ കച്ചവടവും നടക്കണില്ല. എന്തായാലും അടുത്ത റൂമിലെങ്കിൽ ആടയിൽ കയറും ചെയ്യാനിടയിൽ കയറി നമുക്കതൊന്ന് നോക്കിയിട്ട് വരാം. സ്ലോട്ടുണ്ട്. എടാ എന്തണ്ടി ഓക്കെ എടാ 150 ഇടാടാ. എടാ 150 ആരും വാങ്ങൂലടാ ഈ കാറൊന്നും. ഇതൊക്കെ ഞാൻ വാങ്ങിച്ച് കൂട്ടണ്ടായിരുന്നു. കാര്യം പറയില്ല അന്ന് അറിഞ്ഞുകൂടാതെ കുറേ കാർ റിജക്റ്റഡ്. എടാ ഏത് നീ ആരാ ഇനി കുണ്ണേ? എടാ ഞാൻ ഇവൻ്റെ അടുത്ത് കാർട്ടറയുടെ റിജക്ട് അനിയൻ പ്രത്യേകിച്ച് ഒരു പേഴ്സണലല്ലേ ഇട്ട് കൊടുത്താൽ. പ്രത്യേകിച്ച് ഒരാൾക്ക് എങ്ങനെയല്ലേ കാർട്ടറയുടെ നീ സാധനം ഇട്ട് കൊടുത്താൽ. പിന്നെ എന്ത് ഇവൻ റിജക്റ്റ് കണ്ടി എന്ന് പറഞ്ഞ് നീ റിജക്റ്റ് ചെയ്താൽ എനിക്ക് കണ്ടി പോടാലോട്ടെ. എന്തൊരു ഡ്രാഗ് റേസിങ് 6-7 സെക്കൻഡ്. എടാ ഇവനെ വിശ്വസിച്ച് എത്ര കോടി 1 കോടിക്ക് 1 കോടിക്ക് ഞാൻ ഇവനെ വിശ്വസിച്ച് ഈ കാറ് വാങ്ങിച്ച അവസാനം ഞാൻ ഊമ്പും. മനസ്സിലായില്ല? അവസാനം 10,000 രൂപയ്ക്ക് വിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ എത്തിയ 1 കോടിയാണ്. മനസ്സിലായില്ല? 1 കോടി എങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും? അത്രയും വലിയൊരു ഇത് വെച്ച് നമുക്ക് അറിയാവുന്ന ലൊട്ടയാണെങ്കിൽ പോലും അത്രയും വലിയ ഒരു ട്രസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റൂ. എന്തായാലും നോക്കാം. എടാ സ്ക്വിഡ് ഗെയിം എടാ ഇത് ഒരാൾ ചെയ്യണേ കണ്ടാ എനിക്കിത് ചെയ്യണം കേട്ടാ. എടാ ഞാൻ പഠിക്കാൻ പോവല്ലേ പഠിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടാ. സ്ക്വിഡ് ഗെയിമിനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. നിങ്ങളൊക്കെ നോക്കിക്കോ ചാറ്റേ. അത്രയും ഞാൻ പറയണുള്ളൂ ചാറ്റേ. നീ ഏട്ടാ നോക്കിക്കോ.
ഞാൻ ഈ മോഡിഫിക്കേഷൻ ചെയ്ത് ഇപ്പം ഒരു ലക്ഷത്തിന് വിൽക്കാൻ പറ്റുന്ന ഈ കാറൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഞാൻ 50 ലക്ഷത്തിന് 1 കോടിക്ക് ഞാൻ വിൽക്കുന്നു. അയ്യോ, മോഡിഫിക്കേഷൻ ചെയ്തുകൊണ്ട് വന്നിട്ട് അമ്മാതിരി രീതിയിലുള്ള മോഡിഫിക്കേഷൻ പരിപാടി എല്ലാം തുടങ്ങാൻ പോവാണ്. ഇപ്പം നീയൊക്കെ തന്നെ ചോദിച്ചതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നു. ആ രീതിയിൽ ഞാൻ ചെയ്യാൻ തുടങ്ങാൻ പോകണം. പഠിക്കാൻ തുടങ്ങിയിരിക്കണം. മോഡിഫിക്കേഷൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പഠിക്കണത് മെയിൻ ഞാൻ ഒരു ലേണിങ്ങും നിങ്ങൾക്ക് കാണിച്ചു തരാം. മനസ്സിലായില്ലേ? അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് W. അപ്പോൾ എങ്ങനെ ഇത് വെച്ചെന്നാണ് കാരണം ഇത് മെനക്കെട്ടാണ് വെച്ചത്. ഈ ഫ്രണ്ടിലിരിക്കുന്ന സാധനം പ്ലെയർ ബെർക്കോണിക്ക് ജോയിൻ ഉണ്ടെന്ന്. സ്കുഡ് ഗെയിം ഈ സാധനം ഇഷ്ടപ്പെട്ടു. കാര്യം പറയാമല്ലോ, പ്ലെയർ 480, പ്ലെയർ 480, പ്ലെയർ 460, ഓരോ നമ്പറുകൾ ചെറിയ ഡബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇതെനിക്കൊരു ഐഡിയ കിട്ടും. നമ്മളിങ്ങനെ കിട്ടും. ആരും പറയാല്ല, ഇതെനിക്ക് കൊള്ളാൻ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് ഐഡിയകൾ മനസ്സിലോട്ട് വരണുണ്ട്. അവിടെ ഈ മോഡിഫിക്കേഷൻ പഠിച്ചു വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു. നമുക്ക് ഒരു ക്രിയേഷൻ മനസ്സിലായി, ക്രിയേഷൻ മൈൻഡ് സെറ്റ് മനസ്സിൽ വരും നന്നായിട്ട്. ഒരു ക്രിയേറ്റിവിറ്റി മനസ്സിലായില്ലേ? കൊച്ചു പിള്ളേരെ കൊണ്ട് വരെ സ്കൂളിൽ പോകുമ്പോൾ മലയും കാടും ഒക്കെ വരപ്പിക്കൂലേ, അതുപോലെ തന്നെ അതിൻ്റെ ക്രിയേറ്റിവിറ്റി വരാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെ ഇതിലും വരാൻ പോകുന്നത്. കാര്യം പറയല്ലേ, അയ്യോ കയ്യാനെങ്കിൽ ഏതായാലും തട്ടിയാവില്ല, കാറൊന്നും വണ്ടിയൊന്നും പോയില്ലല്ലോ, പൈസ പോയില്ലല്ലോ, കൈ മാറ്റിയാലും വയ്ക്കാം. സൂക്ഷിക്കണല്ലേ, അറിയാം അവർ മൊത്തം അവിടെ സെയിലിടുമ്പോൾ അറിയാതെ കട്ടിയാൽ പൈസ കിട്ടാൻ പോകും. ക്രിയേറ്റിവിറ്റി വളരെ ചാറ്റി കാര്യം വേണ്ടി മോഡിഫിക്കേഷൻ കാര്യങ്ങൾ പഠിക്കുന്നത് വളരെ ബെസ്റ്റാണ്. ഞാൻ തന്നെ പഠിക്കാൻ പോകുന്നുണ്ട്. ക്രിയേറ്റിവിറ്റി കൂടുതൽ കൂടാൻ പോകുന്നു. മനസ്സിലായില്ലേ? F12 ലോഗോ i7 ഡിസൈൻ ക്രിയോൺ റിയോൺ. ബ്രോ യു ലൈക്ക് ടു വർക്ക് ഫോർ മീ എന്ന് ചോദിച്ചോക്കാം. അടാ മിക്കവാറും അത് അങ്ങനെയൊന്നും ഇല്ലടാ. അത് ഉമ്മാര് ജസ്റ്റ് ഒരു ഇതിന് എൻജോയ്മെൻറ്റിന് കളിക്കാൻ പറ്റില്ല. എന്നാലും ചോദിച്ചോക്കാം. ലൈക്ക് ടു ഫോർ മീ അവൻ്റെ പോയാടേ. എടാ അവൻ പോയടാ ലോട്ട. അവൻ്റെ കാറും കൂടെ ഇടിച്ചെടുത്ത് കളഞ്ഞിട്ട് അവൻ കയറിയിരിക്കാൻട്രാ. ഈ ഇതേതിലോ ബെർക്കോണിക്ക് ജോയിൻ ഉണ്ടെന്ന് കാണിച്ചേട്ടാ. ബെർക്കോണിക്ക് ഉണ്ടോ? ബെർക്കോണിക്ക് ജോയിൻ ഉണ്ടെന്ന് കാണിച്ചപ്പോൾ നോക്കിയിട്ട് കാണല്ലടാ ആളെ. ഐ ഡോണ്ട് നോ ചിലപ്പോൾ ഐ ഡോണ്ട് നോ. ആണ്ട ഇപ്പോൾ വീണ്ടും കാണിക്കണം ബെർക്കോണിക്ക് ജോയിൻ ഉണ്ടെന്ന്. അറിഞ്ഞൂടാ. Put the price so it goes under the map. ഉണ്ണയെന്ന് വെച്ചാൽ എന്തോന്ന് എൻ്റെ ലൊട്ടാണ്. ഇതിൻ്റെ 2K ഗോൾഡ് വർത്ത് സബ് എന്തായിരുന്നു ഇതുവരെ കൂടുതലായിട്ട് ഞാൻ വായിക്കാൻ പറ്റിയില്ല. എടാ എൻ്റെ വണ്ടി ആയിരുന്നേ അതിൻ്റെ അടുത്ത് പോയി നോക്കട്ടെ. എടാ ഇത് ഒരു ലൊട്ടയും വന്ന് നോക്കണം പോലും ഇല്ല കേട്ടാ. കാര്യം പറയാല്ലേ, ഇതൊന്ന് മോഡിഫൈ എടുത്തുകൊണ്ട് വരണം ചെയ്ത്. $1K ഗോൾഡ് പെയിൻറ്റ്, 1K ഗോൾഡ് കാർ, AWD 7 സെക്ക്. എടാ ഞാൻ കാര്യം കേട്ടോ, 1K ഗോൾഡ് പെയിൻറ്റ് അടിച്ചുകൊണ്ട് വന്ന കാർ ഞാൻ ഇട്ടിട്ട് 1 ലാഖിന് ഇട്ടിട്ട് ഒരു പരാതി മോന് വാങ്ങിച്ചില്ല. പിന്നെയാണ് നീ
അത് ചിലപ്പോൾ പറയത്തില്ല, ചിലപ്പോൾ ലക്കൊക്കെ അനുസരിച്ചാണ് ഇരിക്കണം. മനസ്സിലായില്ലേ? മനസ്സിലായില്ലടാ, അതൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഇതാണ്, ഞാൻ 1K ഗോൾഡ് അടിച്ചു വന്ന എൻ്റെ ഒരു കാർ എടുത്തുകൊണ്ട് 1K ഗോൾഡിൻ്റെ എന്നിട്ട് ഞാൻ പറഞ്ഞു എന്ത് തിരക്കെന്ന് കണ്ടാടാ ചേച്ചി, നിങ്ങൾ കാണുന്നുണ്ട് ഇതൊക്കെ തിരക്ക് കണ്ട. ഓ എടാ കാണുള്ളൂ ഇതേ സെയിം ഇതേ ഞാൻ അന്നൊരു ദിവസം CP അടുത്തെന്ന് പറഞ്ഞില്ലേ, ഒരു യൂട്യൂബർക്ക് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് ഞാൻ ഈ കമൻ്റ് ഇട്ട് സംസാരിച്ചു. അപ്പം ഞാൻ CP എടുത്തായിരുന്നേ, CPM 1 എടുത്തായിരുന്നേ. CPM 1 ഞാൻ ഇതേപോലെ ഇതേ സെയിം സ്ഥലത്ത് വന്നല്ലേ. CPM 1 സ്ഥലം ഉണ്ടല്ലേ, സിറ്റിയിൽ ഈ സ്ഥലം ഉണ്ടല്ലേ. ഗ്രാഫിക്സ് ഒന്നും എനിക്ക് സഹിക്കാൻ പോലും പറ്റില്ല, കാര്യം പറയാല്ലേ. ഇപ്പോഴും ഒരു ഭൂരിഭാഗം പേരുടെ കയ്യിൽ നല്ല ഒരു CPM 2 കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റേഞ്ചുള്ള ഫോണില്ല. അതുകൊണ്ടാണ് അവർ ഈ CPM 1 കൂടുതലും കളിക്കണം. പിന്നെ പണ്ട് തൊട്ടേ കളിക്കണതിൻ്റെ ഒരു ഇഷ്ടം കൊണ്ടുകൂടെയാണ്. അല്ല ഇത് കറക്റ്റ് ഉദാഹരണം പറയുവാണെങ്കിൽ BGMI ഫ്രീ ഫയറും. BGMI കളിക്കണവൻ്റെ അടുത്തൊന്ന് ഫ്രീ ഫയർ കളിക്കാൻ പറഞ്ഞാൽ അതാണോ കാർട്ടൂൺ എന്ന് പറയണം. അവന് അത്രയും ഗ്രാഫിക്സ് ഉള്ള ഗെയിം കളിച്ചിട്ടേ സെയിം സംഭവമാണ്. ഫ്രീ ഫയർ കളിക്കുക, ഇപ്പം ഞാൻ ഫ്രീ ഫയർ കളിക്കുന്നുണ്ട്, ഓക്കെ, എനിക്കത് വലിയ കുഴപ്പം തോന്നില്ല, പണ്ട് തൊട്ടേ കളിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഈ ഒരു 5 വർഷം ഫ്രീ ഫയറിന് വരെ BGMI കളിച്ചിട്ട് എൻ്റെ അടുത്ത് ആരെങ്കിലും ഒന്ന് ഫ്രീ ഫയർ കളിച്ചു വെക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് കുറ്റം പറയാൻ പറ്റുള്ളൂ. അവന്മാർക്ക് അത് കാണുമ്പോഴേ കലി വരും. അവന്മാരെ കുഴപ്പമില്ല, അവന്മാർ തുടക്കത്തിൽ കളിച്ചു തുടങ്ങിയത് ഇതാണ്. ഇതുപോലെ തന്നെയാണ് CPM 1 CPM 2. അടി ഇത് മറ്റേ എൻ്റെ വണ്ടിയല്ലേ? അടി ഇതാണ് എൻ്റെ വണ്ടിയിലെ റിയൽ കളർ കേട്ടാ. എനിക്ക് വേറെ റൂമിൽ കയറാം. എടാ ഏറ്റവും ഒരു എനിക്ക് അംബാസഡർ എടുത്തോണെങ്കിൽ അംബാസഡർ വിറ്റാല, അംബാസഡർ വിൽക്കാം. എടാ ഇതൊക്കെ തന്നെ ഒന്ന് പോയി കിട്ടാനല്ലടാ കാര്യം. ഇതൊക്കെ വാങ്ങിച്ചെന്തിനാണ് ഇപ്പം ദുഃഖിക്കാണ്ടാ. എടാ ഡോമണൻ്റെ കാർ എടുത്ത് വിറ്റാല, ഈ കാർ വിറ്റാല. ഇതൊന്ന് വൈറ്റ് അടിച്ചോട്ടെ, ഇത് വൈറ്റ് അടിച്ചോട്ട്. വൈറ്റ് വേണ്ട. അവിടെ ഈ കളർ ചേരുവാടാ. ഇത് ഒരു മറ്റേ വെള്ളി, വെള്ളി കളർ. ഞാനൊരു 30 ലക്ഷത്തിന് ഇടാടാ, 30 ലക്ഷത്തിന് ഇടാം. എന്തായാലും ഞാൻ ഒരു 1K ഗോൾഡിൻ്റെ ആ ഒരു ഇത് വച്ചിട്ടുണ്ടാ. ഞാൻ അങ്ങനെയും കൂടെ നോക്കണം, ചുമ്മാ അങ്ങനെ എടുത്ത് ഇടല്ലേ. ബാക്കിയുള്ളമാർ ജസ്റ്റ് 1K ഗോൾഡിൻ്റെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്മാരെ ഒപ്പോഴേ 1 കോടിക്കാൻ ഇടണം. ഞാൻ ഇന്നാളൊക്കെ ചെയ്തുകൊണ്ട് വന്നിട്ട് ഇട്ടാണ്ട 10 ലക്ഷത്തിന് പോലും ഞാൻ ഇട്ടിട്ടില്ല. ഇതെന്തായാലും നല്ല പൈസയ്ക്ക് ഇടണം. ആൾക്കാർ വാങ്ങിച്ചാൽ കാര്യം പറയല്ലേ ശരി. അതില്ലെങ്കിൽ എനിക്ക് നഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ കാറൊക്കെ ഞാൻ ഒരുപാട് എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളതും കൂടിയാണ്. എനിക്കിത് ഇഷ്ടമുള്ള കാറും കൂടിയാണ്. നമ്മളന്ന് ഏറ്റവും ഡ്രിഫ്റ്റിനൊക്കെ ബെസ്റ്റായിട്ട് പറഞ്ഞില്ലേ. ഇനി ഈ റൂം എങ്ങനത്തെയാണെന്നോ. ഒരു റൂം $40 ലക്ഷം. 4 ലക്ഷം അല്ലേ? 1 10 100 1000 10 ലക്ഷം. ഒന്നുകൂടെ ആണോ? ഉയ്യോ ഒരു കാര്യം വിട്ടോ, 1000 ഞാൻ ഒന്നുകൂടെ ചെയ്യണ്ടേ. കാർട്ടർ ഓ
ബ്രോ ബ്രോ എടാ നീയൊക്കെ കണ്ട ബ്രോ ഒരു കോടി കിട്ടാ മതിയായിരുന്നു. എനിക്ക് ലോബി പോട്ടെ അത് കണ്ട നിങ്ങൾ 2 സെക്കൻഡ് 3,20,00,000 എത്ര 3.2 കോടി. ഇവിടെ 40 ലക്ഷത്തിന് 2 സെക്കൻഡിനാ വിറ്റേ. I don't know bro. എടാ ഇതെടുത്തോ. ഈ നാശമൊന്നും പോകാത്തത് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന്. ഇതൊന്നും പോകില്ലടാ നായി. എടാ ഈ കാർ എന്തായാലും നോക്കാം. ഇത് വിറ്റ് പോവാൻ നായിൻ്റെ പാടാണ് കാറ്. ഓക്കെ ചാറ്റ് ഇതെന്തായാലും 40 ലക്ഷം ഉണ്ടാക്കി. പക്ഷേ 500 കോയിൻ 1500 കോയിൻ. എന്നാലും അത് നഷ്ടമല്ലടാ. അത് എനിക്ക് അത്ര നഷ്ടമായിട്ട് തോന്നിയില്ല അവർ ബിസിനസ്. എടാ വേറെ ടയർ വെച്ചോട്ടെ. ഇത് മുമ്പ് ഇരുന്നല്ലേ? അല്ല എന്തിൻ്റെ ടയർ കണ്ടാടത്തിരി എന്നിങ്ങനെ ഇരിക്കണ. നിൻ്റെ എയർ സസ്പെൻഷൻ ലൊട്ട ഇരിക്കണ. സ്പ്രിങ് എയർ 1000 കോയിൻ. ഇത് ക്യുക്ക് സെൽവർ. ഇതെത്തി പൊക്കണം കേട്ടോ. ഇതെത്തി പൊക്കണം. ഇതാണ് ലോട്ട. റീസെറ്റ് ഡിഫോൾട്ട് ഇത് തന്നെയല്ലേ. കാറിൻ്റെ എടാ ചാറ്റ് എന്തായാലും നോക്കാം കേട്ടോ. എന്തായാലും കൊണ്ട് വിൽക്കാൻ നോക്കാം. എന്തായാലും $1 കിട്ടിയ കാറല്ലേ. പക്ഷെ ആ $1 കിട്ടിയ കാറിൽ നമ്മൾ 1000 കോയിൻ്റെ പണിയെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ എന്തായാലും ഇനി കൊണ്ടുപോയിട്ട് 1 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഞാൻ ഇടാൻ പോകണില്ല. ഇനി ഇടാൻ പോകണമെങ്കിൽ ഒരു 40 ലക്ഷം, ഏറ്റവും കുറഞ്ഞ് 30 ലക്ഷത്തിൻ്റെ ഈ കാർ ഞാൻ വിൽക്കൂല. മനസ്സിലായില്ലേ? നമ്മൾ 1000 കോയിൻ്റെ ഒരു സംഭവം അതിനത് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് നിങ്ങൾ മാനിക്കണം. മറ്റത് 1500 കോയിൻ്റെ സംഭവമായിരുന്നു മറ്റേ കാറിലുണ്ടായിരുന്നു. അത് 1500 500 കോയിന് കാറ് 1000 നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് സ്ഥലത്തെത്തി. W ഇതിൽ മറ്റേ റൂമിൽ W ആയിരുന്നാണ് തോന്നുന്നത്. അതാണ്. എന്തായാലും നോക്കാം. ആയിരം കോയിൻ പെയിൻറ്. എടാ നായിൻ്റെ മോൻ്റെ ഞാൻ ഒരു കാര്യം ചെയ്യാൻ നേരത്തെ അതിനിടെ നിനക്കിത് വേണോ? എനിക്ക് വാങ്ങിച്ചോണ്ട് പോവും. ഉണ്ണേ ഒരു സമയം തരൂല. എന്ത് വാങ്ങിക്കണ്ടേ? ഇപ്പം വാങ്ങിക്കണ്ടേ? ഇനി മാറിയിരിക്കും ലോട്ടെ. നമ്മളൊരു കാര്യം ചെയ്യാൻ കൂടെ. അതിനിടെ നിനക്ക് എന്ത് പെടപ്പ്? 10, 100, 1000, 10,000 ലക്ഷം, 10 ലക്ഷം മൊത്തം 50 ലക്ഷത്തിന് കണ്ട. നമ്മളൊരു കാര്യം ചെയ്യാൻ നേരത്തെ സമ്മതിക്കൂല. കണ്ട ഇടയിൽ കയറുന്നത്. ഞാൻ അവിടെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമല്ലായിരുന്നു. ലോട്ടെ അതിൻ്റെ വന്ന് കണ്ട പേടപ്പിച്ചിട്ട് തന്നെ. വാങ്ങിക്കല്ലേ? വാങ്ങിച്ചിട്ട് പോയാൽ മതി. നീ വാങ്ങിയിരു എന്ത് വാങ്ങിക്കണ്ടേ? വണ്ടി നോക്കി പിടിച്ച് പോയിക്കോളും. ഉണ്ണ ബട്ട് 1000 കോയിൻ പെയിൻറ്. $45 ലക്ഷമല്ലേ? 10, 100, 1000, 10,000 ലക്ഷം, 10 ലക്ഷം. 1000 കോയിൻ പെയിൻറ് കാർ. 1000 കോയിൻ നമ്മൾ സംഭവം ചോദിച്ചിട്ടുണ്ട് കേട്ടോ.
1000 കോയിൻ്റെ സംഭവം എന്താ ചോദിച്ചിട്ടുണ്ട്, വേണേ വാങ്ങിച്ചോട്ടെ, അത്രയും പറഞ്ഞുള്ളൂ. അല്ലാതെ ഇപ്പം 1000 കോയിന് നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ 1,00,000 രൂപയ്ക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഒരു 1000 കോയിൻ ചുമ്മാ ഇടുന്നേ പോലെ അതുപോലെ ആയിപ്പോലെ. അതെന്ത് മനസ്സിലായില്ലേ? അത്രയ്ക്ക് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല, അത് ഉറപ്പാണ്. വാങ്ങിക്കട്ടെ എന്തായാലും. ഇപ്പോൾ ഒരു സ്ലോട്ട് ഉണ്ടല്ല ഇപ്പം. ഇപ്പോൾ ടോട്ടൽ 3.2 കോടി രൂപയും കയ്യിരിപ്പുണ്ട്, 370 കോയിനും കയ്യിരിപ്പുണ്ട്. ഇന്ന് എന്തായാലും ഒരു ബിസിനസ് നടന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയും കൂടെ വരണത് ഇങ്ങനെയാണ്, മനസ്സിലായില്ലേ? പിന്നെ ചില റൂമിൻ്റെയും കൂടി ഇതാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ റൂമിൻ്റെ ഒരു ഡബ്ല്യൂ വേറെ ഉണ്ട്. ഈ ബിസിനസ് നടക്കാൻ കുറച്ച് സമയം ചിലപ്പോൾ എടുക്കുമായിരിക്കും, ചിലപ്പോൾ കുറച്ച് അധികം സമയം പിന്നെ എടുക്കുമായിരിക്കും. എന്തായാലും നോക്കാം. ചില സത്യം പറഞ്ഞാൽ നമ്മുടെ മൊബൈലിലൊരു GTA പോലത്തെ സാധനമാണ് കേട്ടോ. കാര്യം പറഞ്ഞാൽ കാറുകളുടെ ഒരു മൊത്തത്തിൽ എല്ലാം സെറ്റാണ് ഈ ഒരു ഗെയിം. CPM 1 ഒന്നുമല്ല, CPM 2. CPM 1 ഇത്തിരി എന്താ പറയുക, കുറച്ച് ഇതാണ്. എന്നാലും CPM 2 ദ ബെസ്റ്റ് കാർ ഗെയിംസ് ആയിട്ട്. ഇതിൻ്റെ മുകളിൽ വേറെ ഉണ്ടാടാ നല്ല ഗെയിം കൊണ്ടേ പറഞ്ഞു. കാർ സ്ട്രീറ്റ് നോക്കണ്ട കേട്ടോ, അത് കളിക്കാൻ പോലും പറ്റൂല, കളിക്കാൻ പറ്റണ്ടേ അത് എനിക്ക് തോന്നുന്നു PS ഐഫോണൊക്കെ കൊണ്ടുപോയി ചിലപ്പോൾ കളിക്കാൻ പറ്റുമായിരിക്കും, അത്രയ്ക്ക് വലിയ സാധനം. എൻ്റെ ഈ ഫോൺ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോണാണ്. ഇത് പോലും കണ്ടവർക്ക് ലൈവൊക്കെ കണ്ടിട്ടപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ CPM 2 എടുത്ത്. പിന്നെ 60 കറണ്ടാണ് CPM 2 എടുത്തത്. 60 ഡർബി ഞാൻ ഒരുമിച്ചാണ് CPM 2 എടുത്തത്. എന്നിട്ട് ഇപ്പോൾ കണ്ട അറബിയുടെ കയ്യിൽ മെക്ലാരനില്ല, എൻ്റെ കയ്യിൽ മെക്ലാരനുണ്ട്. അവൻ മടി കുണ്ണമടി അവനെ തോപ്പിച്ച്. റെഡ് ഫോക്സിൻ്റെ അടുത്ത് കാണുന്നില്ല. റെഡ് ഫോക്സ് ആ സമയം കൺസിസ്റ്റൻസി 10,000 പോയി എടുത്ത് മെക്ലാരൻ എടുത്ത്. എടാ ഇപ്പോൾ വല്ല ബുഗാട്ടി ചില റൂമുകൾ എനിക്ക് ഇങ്ങനെ കുറേ റൂമുകൾ എനിക്ക് കണ്ടുപിടിക്കണം, കുറേ പ്ലേയേഴ്സിന് ഇംഗ്ലീഷുകാരന്മാരെ കണ്ടുപിടിക്കണം. എനിക്ക് ബുഗാട്ടിയൊക്കെ സെയിലിനാണ്. നമ്മൾ എനിക്ക് ബുഗാട്ടി സെയിലിംഗ് റൂമൊക്കെ ഇനി പ്രത്യേകം കാണും, അതിനൊക്കെ കയറണം ഇനി. എങ്കിലും നമുക്ക് ബുഗാട്ടി വാങ്ങിക്കാൻ പറ്റൂ. BM ഓഫറിനുള്ള അത് ഒരു കുറേ കാര്യൻ്റെ ഇത് വിശാലമായിട്ട് ഉണ്ട് മനസ്സിലാക്കാനായിട്ട്. കാര്യം പറയാല്ല, എന്തായാലും നല്ല നോക്കാം, ഇത്രയും പറഞ്ഞോളൂ. ഇതേതിലൊട്ടാ അവൻ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മനസ്സിലായി എന്തൊക്കെയാണ് കണ്ട കുറച്ച് അതൊക്കെ വാരി പറക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വർക്ക് ഒരുമാതിരി കാണാൻ ഒരു ചന്തമില്ല, എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. നോട്ട് ഇൻട്രസ്റ്റഡ്. ഈ ബേക്കറി ഇങ്ങനെ IBF നിരീക്ഷിക്കണം വേണ്ടായിരുന്നു. അത് എന്താണെന്ന് എനിക്ക് അതിൻ്റെ അർത്ഥം അറിഞ്ഞു, പക്ഷെ അത് വേണ്ടായിരുന്നു. കുഴപ്പമില്ല. എന്ത് അവിടെ ഈ ബിസിനസ് വേറൊരു കാർ എടുത്തു തോന്നാൽ ഈ കാർ നേരത്തെ അരമണിക്കൂർ കൊണ്ട് ഈ കാർ വെച്ചുകൊണ്ട് കിടക്കും, എന്നിട്ട് ഒരു ഇതുമില്ല. എടാ ഇനി അതിൽ കൂടെ ഒക്കെ ബോധപൂർവ്വം ചിന്തിക്കണം. ഞാൻ ഈ 1000 കോയിൻ്റെയൊക്കെ സംഭവം ചെയ്തിട്ട് പോലും ഞാൻ അതൊക്കെ വെറും നേരത്തെ കണ്ട 1,50,000 കിട്ടുക. അത് മണ്ടത്തരമാണ്. ഇത് പഠിച്ച് വരണേ കൂടല്ലേ ഉള്ളു. അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നേക്കാളും കുറച്ച് അധികം മൂല്യങ്ങളുണ്ട് പല കാറിനും. സത്യം എന്തായാലും അത് എനിക്ക് എൻ്റെ ഫസ്റ്റത്തെ റൊണാൾഡോ കാറാണ്. ഇത് വിൽക്കാൻ എനിക്ക് മനസ്സിപ്പോൾ വരണില്ല, ഇത് ഇപ്പം വേണ്ട. ഈ കാർ ഞാൻ ഒന്ന് ഓട്ടിച്ച് പോലും നോക്കിയിട്ടില്ല, സത്യമായിട്ട് പറയുകയാണ്. ഈ കാർ ഒന്ന് ഓട്ടിച്ച് പോലും നോക്കിയിട്ടില്ല. $5000. ബാക്കിയൊക്കെ കോയിനാണ്, ഭയങ്കര കോയിനുള്ള പരിപാടിയാണ്. ഇത് തിക്നെസ് ഇത്ര നടന്നോട്ടല്ലേ ചേട്ടാ. ഈ കാർ ഇതുവരെ ഓടിച്ചു നോക്കിയിട്ടില്ല. എൻ്റെ എഞ്ചിനൊന്നും ഞാൻ ചെയ്തിട്ടില്ലേ. ഇൻറ്റീരിയർ ഡൗൺലോഡ് ചെയ്തില്ല. ഏറ്റവും വലിയ തെളിവ് തന്നെ കണ്ടല്ല ഇൻറ്റീരിയർ ചെയ്തില്ല. ഇൻറ്റീരിയർ ഡൗൺലോഡ് ഒന്നും ചെയ്തിട്ടില്ല, അത് കണ്ടല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇതാണ് ഞാൻ മറ്റേ കള്ളത്തിനും കാണിക്കുന്നത്.
നിനക്കതൊക്കെ പറയാം. ഓക്കെ, ഈ കാർ ഞാൻ 80 ലക്ഷത്തിന് ഇടാൻ പോണം. എൻ്റെ മനസ്സിൽ ഇപ്പോൾ 80 വന്ന് ഞാൻ 80 ലക്ഷം ഇടാൻ പോകും. ഇപ്പം വാങ്ങിപ്പോൾ തന്നെ സെയിൽ നടക്കും വെച്ചാൽ എനിക്ക് അത്ര ചാൻസ് കുറവാണ്. എന്നാലും നമുക്ക് കൊണ്ടുവന്ന് ഇട്ട് നോക്കാം. ചിലപ്പോൾ സെയിൽ നടക്കണമെങ്കിൽ നോക്കാം, ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ലൈവ് എൻഡ് ചെയ്ത് പിന്നെ അടുത്ത ലൈവുകളിൽ നോക്കാം. എന്തായാലും ആദ്യം കൊണ്ടിടാം. 80 ലക്ഷത്തിന് 1000 കോയിൻ വർത്ത് പെയിൻ്റാണ്. ഓ 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 ആൾക്കാർക്ക് ഇഷ്ടമുള്ള ചില കാറുകളുണ്ട്, കാര്യം പറയാല. ഇതിൻ്റെ ഇൻറ്റീരിയർ ഞാൻ നോക്കിയോട്ട്, കുഴപ്പമില്ല, കൊള്ളാം, കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു ഇൻറ്റീരിയർ. ഇത് അറബിയിലൊക്കെ ഇരിക്കുന്ന കാറ്. എടാ ഇതൊക്കെ ഞാൻ അറബിയിലൊക്കെ ഇരിക്കണ മെയിൻ കാറുകളിലൊക്കെ ഒന്നാണ് ഇതൊക്കെ. ഇതൊക്കെ എൻ്റെ ഉണ്ടായിരുന്നില്ലേ, ഞാൻ ഓട്ടിച്ച് പോലും നോക്കിയില്ലല്ലേ. അറബി എപ്പോഴും കൊണ്ടു നടക്കണ കാറൊക്കെയാണ് ഇതൊക്കെ, അവൻ്റെ കയ്യിലുള്ള മെയിൻ കാറുകളെന്നൊക്കെ പറഞ്ഞ്. ഞാൻ ഓട്ടിച്ച് പോലും നോക്കിയില്ലായിരുന്നില്ലേ. കുഴപ്പമില്ല. ഈ റൂമിന് എങ്ങനത്തെയാണെന്തോ, സെയിലിംഗ് റൂമാണോന്ന് അറിഞ്ഞുകൂടാ. $80 ലക്ഷം അല്ലേ? 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം. ഒന്ന് നോക്കട്ടെ. 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം. 80 ലക്ഷം കറക്റ്റ് തന്നെ. എടാ 80 ലക്ഷം ഇട്ടിട്ടുണ്ട്. വാങ്ങാൻ സാധ്യത കുറവാണെന്നാലും നമുക്ക് നോക്കാം. ഈ റൂം ചിലപ്പം വാങ്ങണ ഒരു റൂമാണെന്ന് അറിഞ്ഞോളാം. പല പല റൂമുകൾ നമുക്ക് കയറി നോക്കാം. അത്രേ പറയുള്ളൂ. എന്തായാലും സസ്പാൻസോ. എടാ എനിക്കിവിടെ സ്പാനിഷ് ആണ്. ഇത് കണ്ട എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം, ഗ്ലോബലി നമുക്കൊരു ട്രേഡിലോട്ട് നമ്മൾ ഇറങ്ങണ ഒരു ഇതുണ്ടാകണ്ട. ഗ്ലോബലി കാരണം ഇവിടെ മലയാളി ഞാൻ ഈ റൂമിൽ നിൽക്കണം, അതേപോലെ തന്നെ സ്പാനിഷുകാരനെ റൂമിൽ നിൽക്കണം. ഇതാണ് മനസ്സിലായില്ലേ, അത് തന്നെ ഒരു ഗ്ലോബൽ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. പ്ലെയർ ബെർക്കോണി ജോയിൻ. എടാ ഇവൻ ബെർക്കോണി ജോയിൻഡ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കണം. എന്താണ് സംഭവം? ബെർക്കോണിക്ക് ഇത് ടീമുണ്ടെന്ന് കാണിക്കും. ആരും ചിരിക്കണം. എടാ നായിൻ്റെ മോനെ. എടാ അവൻ അല്ലല്ലേ എൻ്റെ കാറിൽ. സോറി ബ്രോ. ഞാൻ വെച്ചാൽ എൻ്റെ കാറാണ് നീ വെട്ടത് കണ്ടപ്പോൾ തോന്നിയ. സോറി. ഐടാക്ക് ഇംഗ്ലീഷ്. എടാ ഇംഗ്ലീഷ് ഇത് കൂടെ ഇമ്പ്രൂവ് ചെയ്യണം കേട്ടോ, സെറ്റാക്കാം. ബെർക്കോണിക്കിൻ്റെ അകത്ത് ഇവിടെ അവനെ കണ്ടില്ലല്ലേ, വന്നെങ്കിൽ കാണേണ്ടില്ല മച്ചാന്. അവിടെ ഹോളിവുഡുകാരനാണ്, മറ്റേ ഇംഗ്ലീഷുകാരനാണ്, ഇംഗ്ലീഷ് നൻപൻ. ഇതൊക്കെ മാസ് സാധനങ്ങൾ കേട്ടോ, കാര്യം പറയാല്ലേ. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ചെയ്യാൻ പഠിക്കണോടാ. ബെർക്കോണിക്കാണെന്നോ കേട്ടോ ഇത്? ബെർക്കോണിക്ക് വേണ്ട. അവിടെ ഞാനും അവന് സെയിം കാറേ. കാര്യം പറയാല്ല, സെയിം കാറാണ്. പക്ഷെ അവൻ ചെയ്ത് വെച്ചാൽ ഇതാണ് ഇവന്മാർ ഇത്തിരി കൂടെ ഇവൻ. എനിക്ക് വേണമെന്ന് ഈ ബെർക്കോണിക്ക് വെച്ചാൽ ഈ ഗെയിമിന് വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങ് ഇരിക്കണ ഒരുത്തനാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അവന് അത് മാത്രം എന്ന രീതി നിൽക്കണോണ്ടായിരിക്കും അവൻ എത്രയ്ക്ക് ബെസ്റ്റായിട്ട് ചെയ്യണം, കാര്യം പറയാല്ലേ. ഓക്കെ, അത് നല്ല ഇതായിട്ടുള്ളവനാണെന്ന് കേട്ടോ. നല്ല കണ്ട ബെർക്കോണി കണ്ട അവൻ ചെയ്തു വെച്ചാണ് പരിപാടി കണ്ട. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നല്ല ഒരു ഞാനും ചെയ്ത് പഠിക്കില്ല ഒട്ടാളെ. നീയൊക്കെ എന്ത് ലൊട്ട പറയണം, ഞാൻ ചെയ്ത് സെറ്റാക്കി നോക്കിയോ, കാര്യം പറയാല്ലേ. ചേട്ടാ എഗെയിൻ ബെർക്കോണിക്കിനെ ഞാൻ കണ്ടു കേട്ടാ. എഗെയിൻ വീണ്ടും എൻ്റെ അമേരിക്കൻ നൻപനാണ്ടാണ് കേട്ടോ അവൻ. അമേരിക്കൻ CPM നൻപനാണ് അവൻ.
ഓക്കെ അതിൽ ചാറ്റാണ് ചെയ്തടാ, എനിക്കൊന്നും വന്നില്ലടാ. പോളുണ്ടോ ഒക്കെ ആർക്കും. എടാ എന്തായാലും ഇപ്പോൾ ഇറങ്ങാല്ലേടാ, ഇത് ഒരുപാട് കുറച്ച് സമയം കൂടെയൊക്കെ ഇത് കുറച്ചുകൂടെ നോക്കിയിട്ട് ഇത് ഇനി പറഞ്ഞില്ലേ നല്ലത്. ബെർക്കോണിക്ക് മച്ചാനെ ബായ്. ഇപ്പം നീ ഇപ്പോൾ ലൈവാണ്. ബെർക്കോണിക്ക് ബ്രോ ബായ്. ഓക്കെ അപ്പോൾ ലൈവ് എൻഡ് ചെയ്യണം.